ഇങ്ങനെയൊക്കെ ഒരു തവണ പുതുവർഷത്തെ വരവേറ്റപ്പോൾ ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസ് ഇത്തവണ പുതുവർഷം ആഘോഷിച്ചത് 16 തവണയാണ്. ന്യൂ ഇയർ ദിനത്തിൽ 16 തവണയാണ് സുനിതയടക്കമുള്ള 7 ബഹിരാകാശ യാത്രികർ സൂര്യോദയവും അസ്തമയവും കണ്ടത്. സ്പേസ് സ്റ്റേഷനാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചത്. 2024 അവസാനിക്കുമ്പോൾ EXP-72 അംഗങ്ങൾ 16 സൂര്യോദയവും അസ്തമയവും കണ്ടു എന്നാണ് സ്പേസ് സ്റ്റേഷൻ അറിയിച്ചത്. കൂടാതെ സൂര്യോദയത്തിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിലാണ് സുനിത ബഹിരാകാശത്തെത്തുന്നത്. ബോയിങ് സ്റ്റാർലൈനർ സ്പേസ് ക്രാഫ്റ്റിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തെത്തിയത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ തിരിച്ചു വരാനാകാതെ അവർ അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. ബോയിങ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതകച്ചോർച്ച ഉണ്ടായതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത് ദൗത്യം ദുഷ്കരമാക്കുകയും ചെയ്തു. നിലവിൽ ഈ വർഷം മാർച്ചിൽ സുനിത തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ ബഹിരാകാശത്ത് നിന്നും ക്രിസ്മസ് ആഘോഷിക്കുന്ന സുനിതയുടെയും വിൽമോറിന്റെയും ചിത്രം പുറത്തു വന്നിരുന്നു. മാത്രവുമല്ല, ഇരുവരും ബഹിരാകാശത്ത് നിന്നാണ് ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതും. അതിനു പിന്നാലെയാണിപ്പോൾ ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതയും കൂട്ടരും പുതുവർഷം ആഘോഷിക്കുന്നത്.